രാഹുലെ, ശരിക്കും ഇറാൻ ഇറാഖ് യുദ്ധം അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെരുക്കത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ധന പ്രതിസന്ധിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ, അതും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ എറണാകുളത്ത് പോലും ഗ്യാസ് കിട്ടാനില്ല. പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. പക്ഷേ ഇന്ന് ഹോർമോസ് കടലിടുക്കിൽ വീണ്ടും നമ്മുടെ ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ്റെ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ്. അതും ബാരൽ കണക്കിന് ഇന്ധനവുമായി വരുന്ന ഒരു കപ്പലിൻ്റെ നേർക്ക്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനൊരു വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ ആ കപ്പൽ തകർക്കപ്പെട്ടിരുന്നുവെങ്കിൽ, മുങ്ങിയിരുന്നുവെങ്കിൽ ശരിക്കും എന്താകുമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യയുടെ അവസ്ഥ മാത്രമല്ല, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ 5% ഇപ്പോൾ എണ്ണ പോലുള്ള, അതായത് കടൽ വഴിയുള്ള ട്രാവൽ, അതായത് കയറ്റുമതി നടക്കുന്നത് ഈ ഹോർമോസ് കടലിടുക്ക് വഴിയാണ്. അത് 5-1. അപ്പോൾ എണ്ണയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം ഈ കടലിടുക്ക് വഴിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇറാൻ ഇറാഖ് US യുദ്ധം, അമേരിക്കൻ യുദ്ധം, ട്രംപ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകാനുള്ളൊരു കാരണമായത്. ട്രംപ് വിചാരിച്ചത് ഇറാൻ ചെറിയൊരു രാജ്യമല്ലേ, അതെ, ഒന്ന് കയറി ചൊറിഞ്ഞു, കുറച്ച് നാളുകൊണ്ട് തീർക്കും അല്ലെങ്കിൽ തീരും എന്ന് കരുതിയതാണ്. പക്ഷേ തീർന്നില്ല. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിനൊക്കെ ഒടുവിൽ ട്രംപ് ഇവരുമായിട്ട് കുറച്ച് സെറ്റിൽമെൻറ്റിലേക്ക് എത്തി. ആ സമയത്ത് ട്രംപിനോട് പറഞ്ഞു, ഞങ്ങൾ കടത്തിവിടാം, അതായത് ഈ ഹോർമോസ് കടലിടുക്ക് ഞങ്ങൾ കടത്തി വിട്ടോളാം എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ വ്യോമസേന, അമേരിക്കയുടെ നാവികസേന ഈ ഹോർമോസ് കടലിടുക്കുണ്ടായിരുന്ന അവരുടെ സെക്യൂരിറ്റിയെ മാറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, 10-20 കപ്പലുകൾ വരുന്ന സമയത്ത് ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കപ്പലുകൾ ഇതിലൂടെ കയറ്റി വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള ഈ സെക്യൂരിറ്റീസിനെ മാറ്റാനുള്ള നിലപാടുകൾ, അതിലൊന്നും അമേരിക്ക കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാത്തതുകൊണ്ട് ഇറാൻ പറഞ്ഞു, ഞങ്ങൾ കടത്തിവിടത്തില്ല. ബാക്കി അങ്ങനെ 20 കപ്പലോളം വന്നു, അതിനെല്ലാം തിരിച്ചു മടക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ കൂടിയൊക്കെ ഉള്ള 2 കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തത്. അത് ഇറാൻ്റെ തന്നെ സായുധ സേനയാണ് വെടിയുതിർത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടതാണ്, ഇന്ത്യയിലേക്ക് വീണ്ടും കടത്തിവിടുന്നൊരു സാഹചര്യമൊക്കെ വന്നതാണ്. പക്ഷേ വീണ്ടും ഒരു സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക്. അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നമ്മൾ കൊച്ചിയിലാണുള്ളത്, ആലുവയിലാണുള്ളത്. ആലുവയിൽ പല കടകളും പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും പല കടകളും തുറന്നിട്ടില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ വില തന്നെയാണ്. ഗ്യാസ് കിട്ടാനില്ല. പല കടകളിലും സാധനത്തിൻ്റെ വില തീവിലയായി. ഇപ്പോൾ 10 രൂപ ഉണ്ടായിരുന്ന സാധനങ്ങൾക്കൊക്കെ 12 രൂപയും 15 രൂപയായി. ചായക്ക് പോലും 15 രൂപയാക്കുന്ന ഒരു സാഹചര്യമായി. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചായ വിലയൊന്നും കുറയാൻ പോകുന്നില്ല. ഇനി സ്വാഭാവികമായിട്ട് ഈ കൂടിയതൊക്കെ കൂടി തന്നെയാണ്, കുറയാനൊന്നും പോകുന്നൊരു സാഹചര്യമില്ല. പിന്നെ മത്സരമല്ലേ എല്ലായിടത്തും, അപ്പുറം ഇപ്പുറം എല്ലാം കടകളായതുകൊണ്ട് ചിലപ്പോൾ ചെറിയ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവർക്ക് വീണ് കിട്ടിയൊരു അവസരമായതുകൊണ്ട് അവർ കൂട്ടി. ഇപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന ദോശയൊക്കെ ആണെങ്കിൽ പോലും 12 രൂപ 14 രൂപ ആകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഫ്രൈഡ് റൈസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ, ബിരിയാണി പോലും 150-200 രൂപയ്ക്ക് എത്തുന്നൊരു സാഹചര്യമായി. തട്ടുകടകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് അയക്കാൻ തുടങ്ങിയ 2 ദശലക്ഷം ബാരൽ എണ്ണയായിരുന്നു 2 കപ്പലിലായിട്ടുള്ളത്. അപ്പോൾ ആ കപ്പലിന് നേരെ വെടിയുതിർക്കുമ്പോൾ ആ കപ്പൽ തകർന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്താതെ പോയി കഴിഞ്ഞാൽ, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഇന്ധനക്ഷാമം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനേക്കാൾ വലുതാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അങ്ങനെയല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എണ്ണ ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും പെട്രോളിന് നാളെ വില കൂടും. ഈ നമ്മളിപ്പോ 100-105 രൂപ ഈ പെട്രോള് നാളെ കിട്ടാനില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ പൊന്നും വിലയായിരിക്കും പെട്രോളിന്റെ വില. അല്ല, പാകിസ്ഥാനിലൊക്കെ പമ്പുകൾ അടച്ചു പൂട്ടിയല്ലോ. അവിടെ ഉണ്ടായ വെടിവെപ്പുകളൊക്കെ നമുക്കറിയാമല്ലോ. പമ്പുകളിൽ തിരക്ക് വന്ന് വെടിവെപ്പുണ്ടായി. പക്ഷേ രാഹുൽ, എൻ്റെ സംശയം ഇതാണ്, ഇന്ത്യയും ഇറാനുമായി പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അമേരിക്ക പറഞ്ഞിരുന്ന കരാറുകൾ അമേരിക്ക വീണ്ടും, ഈ ട്രംപ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ട്രംപിന് ഓരോ സമയത്തും ഓരോ തോന്നലാണ്. കിർക്കനാണ്, വെറും കിർക്കൻ. വായി തോന്നിയത് ചെയ്യുക. അപ്പൊ എന്താണ് തോന്നുന്നത് അത് ചെയ്യുക. പുള്ളി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധമൊക്കെ പണ്ടേ തീരേണ്ടതാണ്.
ഈ യുദ്ധം ഉണ്ടാക്കിയതേ പുള്ളിയല്ലേ. ആവശ്യമില്ലാത്തടത്ത് കയറി ചൊറിയുന്നു, അവിടുന്ന് തിരിച്ച് മാന്ത് മേടിക്കുന്നു, അത് കഴിയുമ്പോഴേക്കും ഉള്ള ലോകരാജ്യങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നു, അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിന്റെ ഇടയിൽ കിടന്ന് ഖത്തറൊക്കെ അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. മാത്രമാണ് ഇതിനിടയിൽ ഇപ്പോഴും പല രാജ്യങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എന്തോരം മനുഷ്യരാണ് ഇതിന്റെ പേരിൽ അനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനഡയിലേക്കും അമേരിക്കയിലേക്കും അല്ലെങ്കിൽ ദുബായിലേക്കും ഒക്കെ പോകാനിരുന്ന ആളുകൾ എത്ര നാളുകളായിട്ട് ഇവർ വിസ കാത്തിരുന്ന ആളുകൾക്ക് പലപ്പോഴും പലതും റിജക്റ്റ് ആയി പോകുന്ന ഒരു സാഹചര്യമായി. യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കയറ്റിവിടുന്നില്ല. ഇപ്പോൾ കാനഡയിലേക്കാണെങ്കിലും അമേരിക്കയിലേക്കാണെങ്കിലും പോകുന്ന ആളുകളുടെ എണ്ണം വളരെ തുച്ഛമാണ്. അപ്പോൾ അങ്ങനെയായി കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം വീണ്ടും തുടർന്നു പോവുകയാണെങ്കിൽ ഇന്ത്യയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഒന്നാമത് നമ്മുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നത് പെട്രോൾ ഇല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും സ്തംഭിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമ്മൾക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചതെന്നും എങ്ങനെയാണ് വെളിയിലെ വണ്ടിയിൽ എണ്ണയുണ്ടെങ്കിൽ എല്ലാം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. ഈ കാണുന്ന വാഹനങ്ങളെല്ലാം, റോഡിൽ കൂടെ ഓടുന്ന വാഹനങ്ങളെല്ലാം ഓടണമെങ്കിൽ പെട്രോൾ വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, കറണ്ട് ഉണ്ടെങ്കിലും സോളാർ പാനലെങ്കിലും വെച്ച്. പക്ഷേ ഈ കൊറോണ ടൈമിലൊന്നും ഈ പറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളും അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഈ സ്കൂട്ടറുകളല്ലാതെ കാറുകളൊന്നും അങ്ങനെ ഇറങ്ങുന്ന ടൈമല്ല, ഉണ്ട് എങ്കിലും വളരെ ചുരുക്കമായിരുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CBDC എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സെൻട്രൽ ബാങ്കുകളെല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളുകൾ വരെ ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് അത് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം റേഷനാക്കാനുള്ള സാഹചര്യങ്ങളും നിലവിൽ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 110 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പെട്രോൾ ആണെങ്കിൽ ഒരു മാസത്തേക്കിന് ഇത്ര പെട്രോൾ, ഒരാൾക്ക് ഇത്ര പെട്രോൾ എന്നുള്ള രീതിയിലേക്ക് റേഷൻ ആകാനുള്ള സാഹചര്യം. നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ റേഷനിൽ പോകാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് വാഹനത്തിന് ഉപയോഗം കൂടുതലാണ്, യാത്രകൾ കൂടുതലാണ് സംബന്ധമായിട്ട്. പക്ഷെ റേഷൻ വെച്ചിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ റേഷനായിട്ട് ഓരോ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ചൈനയിലേക്ക് അങ്ങനെയാണ്, കൃത്യമായിട്ട് റേഷനിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം പ്രകൃതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങൾ റേഷനാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ CBDC പോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കാരണമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ ചൈനയൊക്കെ നേരത്തെ കൊണ്ടുവന്നുള്ള കാര്യമാണ് സെൻട്രൽ ബാങ്കിൽ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഈ ഡോളറിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ടൊരു കറൻസി ഏത് രാജ്യത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നൊരു കറൻസി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കോയിൻ തുടങ്ങി. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഈ ഡോളറുകൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നോട്ട് വിനിമയം മാറ്റാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അതേപോലുള്ള കോയിനുകളൊക്കെ വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കാലത്തിൻ്റെ മാറ്റമായിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കോയിനുകൾ രാജ്യവ്യാപകമായിട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കൂട്ടുള്ള എല്ലാ കാര്യങ്ങളും റേഷനായിട്ട് അപ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസ എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നൊന്നുമില്ല. സ്വാഭാവികമായിട്ടും CBDC ആകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ എമൗണ്ടുകളാണ്. നമ്മളിപ്പോൾ അനിമേഷൻ മൂവീസൊക്കെ കാണത്തില്ലേ, ആ സമയത്ത് ഒരാൾക്ക് പോയിന്റുകൾ കൊടുക്കുന്നത് പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഇതെല്ലാം നിരീക്ഷണത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭാവിയിൽ അങ്ങനെ ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ CBDC ആയിരിക്കും. ഇപ്പോൾ ഗൂഗിൾ പേ നമ്മൾ ഇന്ത്യയിൽ വന്നു, പെട്ടെന്നാണ് ഇന്ത്യയിൽ അത് മൊത്തത്തിൽ റീച്ച് ആയത്. അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് CBDC-യുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ സെൻട്രൽ ബാങ്കിൽ ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ ലോകത്ത് മുഴുവൻ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന UPI പേയ്മെൻറ്റ് പോലെ വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ യുദ്ധത്തെ നോക്കി കാണുകയാണെങ്കിൽ യുദ്ധം കാരണം ലോകം മുഴുവൻ മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അവിടെ നിന്നുമാണ് ഈ ചരക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇത് കിട്ടാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ, അവസ്ഥ മോശമാവുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും ഇറാനും ഇതിൽ അമേരിക്കയുടെ പങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നും മാത്രമേ എണ്ണ എടുക്കാവൂ. ഇപ്പോൾ ഇന്ത്യയോട് തന്നെ പറയും റഷ്യയിൽ നിന്നും എണ്ണ എടുക്കരുത്, അമേരിക്കയിൽ നിന്നും മാത്രമേ എടുക്കാവൂ. അപ്പോൾ ട്രംപ് എന്താണോ പറയുന്നത് അതിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടാണ്. ഈ ഒരു പക്ഷത്തും നിൽക്കാറില്ല, അമേരിക്കയുടെ കൂടെയോ മറ്റു രാജ്യങ്ങളുടെ കൂടെയോ ഒന്നും നിൽക്കാറില്ല. എല്ലാ രാജ്യവുമായിട്ടും നിഷ്പക്ഷമാണ്, പക്ഷെ എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അതാണ് ഇന്ത്യയെ ഇപ്പോഴും കൃത്യമായിട്ട് മാറ്റി നിർത്തപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്. സ്വാഭാവികമായിട്ട് അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ് കിട്ടാനുള്ള ഇല്ലാത്ത സാഹചര്യത്തിലും കാര്യങ്ങൾ
സ്മൂത്തായി വീണ്ടും പൊക്കോണ്ടിരിക്കുന്നത്. എന്താ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള മോശം സാഹചര്യം ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ.